നമസ്കാരം. നാമജപവും മാംസാഹാരവും ഒരുപാട് പേരിൽ സംശയം ഉളവാക്കുന്നു. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നു, അന്നേ ദിവസം മാംസാഹാരം കഴിക്കാമോ എന്നുള്ളതാണ്. ഇന്ന് കേരളത്തിൽ ഒരുപാട് പേർ അല്ലെങ്കിൽ ഒരുപാട് സ്ഥലത്ത് മാംസാഹാരം ഇങ്ങനെ ലഭ്യമാണ്, കഴിക്കുവാനുള്ള ടെൻഡൻസി കൂടുകയാണ്. കാരണം ഒരു രസകരമായ ഒരു വിഷയം കൂടി ഇതിനോട് ചേർത്ത് പറയാം. അതായത് ഒരു മരുഭൂമിയിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ ഒരു കടയുണ്ടാവും. ഒരു 15 കിലോമീറ്റർ 20 കിലോമീറ്ററിന് ഉള്ളിൽ ഒരു കട, വേറെ കടയൊന്നും ഉണ്ടാവില്ല. ഒരു റെസ്റ്റിംഗ് പ്ലേസ് പോലെയാണ്. അപ്പോൾ ഇതൊരു 5 കിലോമീറ്ററിന് മുന്നേ തന്നെ ഒരു കൊക്കക്കോള, പെപ്സി, തംസപ്പ് എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ ബോർഡ് ഉണ്ടാവും, ഒരു 5 കിലോമീറ്ററിന് മുന്നേ തന്നെ. അപ്പോൾ നമ്മുടെ മനസ്സിൽ അതിനെക്കുറിച്ച് ചിന്ത വന്നു. അതിലൂടെ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോവുകയാണ്, ആ ബോർഡ് കാണുന്നു, ആ ഒരു പാനീയത്തെക്കുറിച്ച് മൈൻഡിൽ ഒന്ന് ചിന്തിച്ച് തുടങ്ങി. അടുത്ത 1 കിലോമീറ്റർ കഴിയുമ്പോൾ വീണ്ടും അതേ ബോർഡ് പ്രത്യക്ഷപ്പെടുന്നു. വീണ്ടും 1 കിലോമീറ്റർ പോകുമ്പോൾ വീണ്ടും ഒരു ബോർഡ് വരുന്നു. അങ്ങനെ ആ കടയെത്തുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സ് പൂർണ്ണമായിട്ടും ഈ കൊക്കക്കോള ഇല്ലെങ്കിൽ തംസപ്പ് ഇല്ലെങ്കിൽ ഗോൾഡ് സ്പോട്ട് ഇല്ലെങ്കിൽ പെപ്സി എന്തോന്നായിക്കോട്ടെ, അതിലേക്ക് മൈൻഡ് പോയി കാണും. നമ്മളവിടെ നിർത്തിയിരിക്കും, ആ ഒരു വിഷയം വാങ്ങിച്ച് കഴിക്കും. ഏവർക്കും അറിയാം. അതുപോലെ ഇന്ന് പല സ്ഥലത്തും ബേക്കറിയിലും എല്ലാ സ്ഥലത്തും ഇത് ലഭ്യമാണ്. നമുക്ക് കഴിക്കാതിരിക്കാനും പറ്റുന്നില്ല, കഴിച്ച് ശീലമുള്ളവർക്ക്. അപ്പോൾ വൈകിട്ട് വിഷ്ണു സഹസ്രനാമം ജപിക്കണം, എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. നമ്മളുടെ പ്രാക്ടീസ് അങ്ങനെ തന്നെ തുടരട്ടെ എന്നുള്ളതാണ് അഭിപ്രായം. ഒരാൾ എന്ത് കഴിക്കണം എന്നുള്ളത് അവർ തന്നെയാണ് തീരുമാനിക്കുന്നത്. അച്ഛനമ്മമാരാണ് കൊച്ചുകുട്ടികളെ രാവിലെ മുതൽക്ക് ശീലിപ്പിച്ച് തുടങ്ങുന്നത്. കൊച്ചുകുട്ടി തന്നെ ഇന്നത് കഴിക്കണം എന്ന് അറിയത്തില്ലല്ലോ. ആയതിനാൽ അവരുടെ കുലത്തിനനുസരിച്ചും ഇല്ലെങ്കിൽ അവർ എവിടെയാണോ വളരുന്നത് ആ ജീവിത സാഹചര്യത്തിനനുസരിച്ചും ഓരോ ഭക്ഷണ പദാർത്ഥങ്ങൾ ലഭിക്കുന്നു, അത് കഴിച്ച് ശീലിക്കുന്നു, അങ്ങനെ മുന്നോട്ട് പോകുന്നു. വളർന്ന് വലുതാകുന്നു, അവർ തീരുമാനിക്കും എന്താണ് കഴിക്കേണ്ടത് എന്നുള്ളത്. അത് ഇനിയിപ്പോൾ സസ്യാഹാരം ആയിക്കോട്ടെ, മാംസാഹാരം ആയിക്കോട്ടെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷേ ഇവിടെ പറയുവാനുള്ള സന്ദേശം, എപ്പോഴാണോ ഇനി എനിക്ക് മാംസാഹാരം വേണ്ട എന്ന് തോന്നുന്നത്, ആ തോന്നുന്ന നിമിഷം നിർത്തുക. അതുവരെ ഉചിതമായ രീതിയിൽ ശീലിക്കുക, അവരവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ആയിക്കോട്ടെ. പക്ഷേ ആരോഗ്യഹാനിക്ക് അത് ഇടവരുത്തരുത് എന്നുള്ള ഒരു വിഷയം മാത്രം ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. നാമജപം അന്നേ ദിവസം മാംസാഹാരം കഴിക്കാമോ, താങ്കളുടെ മനസ്സെന്തു പറയുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നു, ലളിതാ സഹസ്രനാമം ജപിക്കുന്നു, ഇന്ന് മാംസാഹാരം കഴിക്കണ്ട എന്ന് നിങ്ങളുടെ മനസ്സ് പറയുകയാണെങ്കിൽ ദയവ് ചെയ്ത് കഴിക്കരുത്. അത് കുഴപ്പമില്ല, രാവിലെ ആണല്ലോ ഞാൻ ജപിച്ചത്, വൈകിട്ട് ഞാനൊന്ന് കഴിക്കാൻ പോവുകയാണ് മാംസാഹാരം, തീർച്ചയായിട്ടും കഴിക്കുക. പക്ഷെ മനസ്സിൽ കൽമഷം ഉണ്ടായ നിമിഷം, ചഞ്ചലം ഉണ്ടാകുന്ന നിമിഷം, ഇത് വേണ്ടായിരുന്നു എന്നുള്ള തോന്നൽ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ മുന്നോട്ട് പോകുക. അല്ലാത്ത പക്ഷം നാമജപം ജപിച്ചു, അന്നേ ദിവസം ഞാൻ മാംസാഹാരം കഴിച്ചു, ദോഷമുണ്ടായി, ഇല്ലെങ്കിൽ ആ ദോഷം എന്നെ ബാധിക്കും, നമ്മുടെ കുടുംബത്തെ ബാധിക്കും, ഇല്ലെങ്കിൽ സഹസ്രനാമം ജപിച്ചു കൂടാ എന്നുള്ള ഒരുപാട് സംശയങ്ങൾ ഇന്ന് നിലവിലുണ്ട്. ഇത് മനസ്സിൽ ഒരു സംശയം ജനിച്ചു കഴിഞ്ഞാൽ സംശയാത്മാ വിനശ്യതി എന്നുള്ളതാണ്. അതുകൊണ്ട് ആ വക സംശയങ്ങളെല്ലാം മാറ്റിവെച്ച് ഒന്ന് മുന്നോട്ട് പോകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതെല്ലാം കോണ്ടെക്സ്ച്വലി മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ്. സന്ദർഭ ഉചിതമായി ഒരു ഉദാഹരണം കൂടി നമുക്ക് ചിന്തിക്കാം. ഒരാൾ സിഗരറ്റ് വലിക്കുകയാണ്, വലിക്കുന്നതിനിടയ്ക്ക് ചോദിക്കുകയാണ്, ഞാൻ രാമനാമം ജപിച്ചോട്ടെ? ഉത്തരം എന്താണ്? തീർച്ചയായിട്ടും ജപിച്ചോളൂ എന്നുള്ളതാണ് ഉത്തരം. അതേ ആൾ രാമനാമം ജപിക്കുവാനായിട്ട് ജപിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനൊന്ന് സിഗരറ്റ് വലിച്ചോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പാടില്ല എന്നുള്ളതാണ്. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. സന്ദർഭം വേറെ വേറെ ആയിട്ട് നാം മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ആയതിനാൽ
നാമജപം അതിൻ്റെ മുറയ്ക്ക് നടക്കട്ടെ. നാമജപം ജപിക്കുന്നത് തന്നെ നമ്മുടെ മനസ്സിനെ ഈ പരിവർത്തനം മനസ്സിനുണ്ടാകണം എന്നുള്ളതാണ്. ക്ലാരിറ്റി ഉണ്ടാകണം, വ്യക്തത ഉണ്ടാകണം. ഞാൻ ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ചിന്തയിലേക്ക് മനുഷ്യനെ നീക്കുന്നത് നാമജപം മാത്രമാണ്. ആയതിനാൽ ഏവരും നാമജപം ശീലിക്കുക. അത് ഒരിക്കലും കൈ വിടരുത് എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. നമസ്കാരം.